ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ മസ്കറ്റിലെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു യാത്ര തന്നെയാണ്. അതായത് ഒരു 126 കിലോമീറ്റർ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ എത്താവുന്ന നമ്മുടെ ഭീമ സിങ്ക് ഹോൾ. ഒമാനിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ലൊക്കേഷനിൽ ഒന്ന് തന്നെയാണ് ഈ സിങ്ക് ഹോള്. അതേപോലെ ഈ സിങ്ക് ഹോള് സ്ഥിതി ചെയ്യുന്നത് കടലിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. ഏകദേശം ഒരു 600 മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ അവിടെ നിന്ന് ബീച്ചിലേക്ക്. സ്കൂളിലെ കുട്ടികളെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന പോലെയാണ് ആടുകളെ ഇവർ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ സിങ്ക് ഹോളിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് ഒരു കൺഫ്യൂഷൻ്റെയും ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സിങ്ക് ഹോള്. പിന്നെ കടലിന് പാരലായിട്ടാണ് നമ്മുടെ ഈ റോട്ടിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മുടെ സിങ്ക് ഹോള് എത്താറായിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് കടലാണ്. ഇപ്പോൾ ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് ഏകദേശം ഒരു 300-400 മീറ്റർ ഉണ്ടാവുള്ളൂ റൈറ്റിലേക്ക്. പാർക്കിംഗ് ഒക്കെ ഏകദേശം ഫുള്ളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ഇൻ ദ ഒമാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു സ്പോട്ടിനെ. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഒരു സ്ഥലം കാണാനായിട്ട് വരുന്നുണ്ട്. ഇവിടെ വിസിറ്റിംഗ് ടൈമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് 8 മുതൽ 8 വരെയാണ്. ഈ സിങ്ക് ഹോളിൻ്റെ ചുറ്റായിട്ട് ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട, നല്ലൊരു പൂങ്കാവനൊക്കെ കാണാം. കണ്ട, ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കടൽ കാണാം. അതാണ് ഞാൻ പറഞ്ഞ ഒരു 600 മീറ്ററൊക്കെ ഉള്ളൂ കടലിലേക്ക് നിന്ന്. ഇപ്പോൾ വിസിറ്റേഴ്സിന് യൂസ് ചെയ്യാനായിട്ട് ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താം നമുക്ക്. അപ്പോൾ സിങ്ക് ഹോളിലേക്ക് നമുക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്ന ഒരു 300-400 മീറ്റർ ഇവിടുന്ന് നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ പോണതിൻ്റെ റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് കണ്ട പാലപ്പൂ ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ മിക്ക പാർക്കുകളിൽ പോയാലും ഈ പാലപ്പൂ എവിടെയായാലും കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പാലപ്പൂ എനിക്ക് അത്ര ഇഷ്ടമാണെന്ന് തോന്നുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നടന്ന് നമ്മുടെ മെയിനായിട്ടുള്ള ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ അതിനൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, നോ ജമ്പിങ് എന്നൊക്കെ. ആക്ച്വലി നമ്മൾ ഇന്ത്യൻസ് അല്ലെങ്കിൽ എക്സ്പാറ്റ് ഒന്നും അധികം ചാടണ കണ്ടിട്ടില്ല. പക്ഷേ ഒമാനീസൊക്കെ നല്ല ധൈര്യമുള്ളവരൊക്കെ ഇതിൻ്റെ മുകളിൽ കയറി ചാടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ബോർഡൊക്കെ അവർ വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നത്. ഇതാണ് നമ്മൾ കാണാൻ വന്ന സ്ഥലം, അതായത് സിങ്ക് ഹോൾ. ഈ സിങ്ക് ഹോളിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് വളരെ ഭീമാകാരമായ ഒരു ഉൽക്ക വീണെന്ന് പറയണേ. പക്ഷേ ഏകദേശം ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഉൽക്ക വീണതെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഈ സിങ്ക് ഹോളിൻ്റെ ചുറ്റായിട്ട് ചില ഹട്ട്, അതായത് ചെറിയൊരു ഇതുപോലെ കൂടാരം പോലെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ കയറിയിരിക്കാം. ആക്ച്വലി ഞാനൊരു 5-6 വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് വെള്ളത്തിൻ്റെ കളറ് കുറച്ചും കൂടി മാറ്റമുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും കുറച്ചുകൂടി ഡാർക്കായി വന്നിട്ടുണ്ട്. മുന്നേ നല്ല ഒരു ബ്ലൂയിഷ് കളറായിരുന്നു വെള്ളത്തിൻ്റെ. അവധി ദിവസമൊക്കെ വരണമെങ്കിൽ നമുക്കിവിടെ കാല് കുത്താൻ പോലും സ്ഥലം കിട്ടില്ല. ഇന്നിപ്പോൾ വലിയ തിരക്കൊന്നും കാണില്ല. എന്തായാലും നമുക്ക് താഴത്തേക്കൊന്ന് ഇറങ്ങിപ്പോവാം. ഈ സ്റ്റെപ്പ് ഇട്ടത് കൂടാണ്ട് നമ്മുടെ സൈഡിലുള്ള ഹാൻഡിലുള്ളത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് ഈ വയസ്സായ ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് പിടിച്ച് ഇറങ്ങാനൊക്കെ വളരെ നല്ലതാണ്. അത്യാവശ്യത്തിന് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതായത് നമ്മുടെ സായിപ്പ് മദാമൊക്കെ കാണുന്നുണ്ട്, 1-2 ആളുകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഈ വെള്ളത്തിന് അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ മലയുടെ ഏരിയയിലേക്കൊക്കെ പോകുന്നതോറും വളരെ ഡീപ്പാണ്. മുകളിൽ നിന്ന് കാണുന്ന പോലെ ഇല്ല കേട്ടോ. നമ്മൾ താഴെ വന്നു കഴിയുമ്പോൾ വേറൊരു ലെവലാണ്, അതായത് വേറൊരു വൈബാണ് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ കിട്ടണം. ഇനി നിങ്ങൾക്ക് വേറൊരു സൂത്രം കാണിച്ചു തരാം. മറ്റൊന്നല്ല, നമ്മളിവിടെ വന്നിട്ട് കാല് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വൃത്തിയാക്കി തരാനായിട്ട് മീനുകളുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഫ്രീ ആയിട്ടൊരു ഫിഷ് തെറാപ്പി ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഞാൻ ഈ ഒരു സ്പോട്ടിൽ വന്ന സമയത്ത് ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ഇംഗ്ലീഷുകാരൻ കാല് വെച്ച് ഇങ്ങനെ കൊത്തിങ്ങനെ കണ്ടു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനും കാല് വെച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മുടെ കാലിന് കൊത്തില്ലെന്ന് അറിയില്ല, പക്ഷേ നന്നായിട്ട് കൊത്തണുണ്ട്. ഇപ്പോൾ നന്നായിട്ടെങ്കിൽ ഇക്ലി ആവുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം മീനുകൾക്കൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടും. കാരണം എൻ്റെ കാലിന് അത്യാവശ്യം വരവുണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ വക സാധനങ്ങളൊക്കെയുള്ള മീനുകൾക്ക് കൂടുതൽ ഇഷ്ടം. ഇതോടുകൂടി നമ്മുടെ സിങ്ക് ഹോളിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്.